വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 8th സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡിസ്പേർഷൻ? അക്കോർഡിംഗ് ടു ബൗലെ, ഡിസ്പേർഷൻ ഈസ് എ മെഷർ ഓഫ് വേരിയേഷൻ ഓഫ് ഐറ്റംസ്. It is the degree of variation or spread of data among the observations or around an average, mean, median or mode. വേരിയേഷൻ കൂടുന്തോറും ഡിസ്പേർഷനും കൂടുതലായിരിക്കും. ഈ ഒരു ഡിസ്പേർഷനെ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിറ്റർമിൻ ദ റിലയബിലിറ്റി ഓഫ് ആൻ ആവറേജ്, ഒരു ആവറേജിൻ്റെ റിലയബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ടോ അതിൽ കൂടുതലോ ഡാറ്റ സീരീസിൻ്റെ വാരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിൻ്റെ യൂസ് ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഫെർദർ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡിസ്പേർഷൻ്റെ സ്റ്റഡി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ഗുഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ, അതിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കണം, കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം, യുണീക്ലി ഡിഫൈൻ ചെയ്യണം, ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്, എക്സ്ട്രീം വാല്യൂസ് അതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഒരു ഗുഡ് മെഷർ ഓഫ് ഡിസ്പേർഷന് വേണ്ട പ്രോപ്പർട്ടീസ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്താണ്, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സും പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് മെഷർ ഓഫ് ഡിസ്പേർഷനുമാണ് നോക്കിയത്. ഇനി അതിൻ്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ രണ്ട് ടൈപ്പാണുള്ളത്. അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും ഉണ്ട്, റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും ഉണ്ട്. ഫസ്റ്റ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അത് ഒറിജിനൽ ഡാറ്റേൻ്റെ സെയിം യൂണിറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഡാറ്റയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആക്ച്വൽ എമൗണ്ട് ഓഫ് വേരിയേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോമൺലി ഒരു സെയിം സീരീസിൽ തന്നെയുള്ള കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. എക്സാമ്പിളാണ് റുപ്പീസ്, കിലോഗ്രാം, കിലോമീറ്റേഴ്സ്, ലിറ്റേഴ്സ്. അബ്സല്യൂട്ട് മെഷേഴ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒക്കെയാണ്. റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനോട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എക്സ്പ്രസ് ചെയ്യുന്നത് റേഷ്യോ, പ്രപ്പോർഷൻ, പേഴ്സൻറ്റേജ് എന്ന ഫോംസിലായിരിക്കും. രണ്ടോ അതിൽ കൂടുതലോ ഡാറ്റ സീരീസ്, അതിന് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉള്ള രണ്ടോ അതിൽ കൂടുതലുള്ള ഡാറ്റ സീരീസിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതിനെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്നും പറയുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾസ് ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ ഇതാണ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും. ഇനി മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഡിസ്പേർഷൻ. ഈ ഒരു ഡിസ്പേർഷനെ മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് റേഞ്ച്, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ലോറൻസ് കർവ്. ഇത്രയും മെത്തേഡ്സ് ആണ് ഡിസ്പേർഷൻ മെഷർ ചെയ്യാനുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് റേഞ്ച്. റേഞ്ചിനെ ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. റേഞ്ച് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഇൻ എ ഡാറ്റ സീരീസ്. ഒരു ഡാറ്റ സീരീസിൽ ലാർജസ്റ്റ് വാല്യൂയും സ്മോളസ്റ്റ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് റേഞ്ച് എന്ന് പറയാം. ആർ ഈക്വൽ ടു എൽ മൈനസ് എസ്. ആർ എന്ന് പറഞ്ഞാൽ റേഞ്ച്, എൽ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ, എസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് വാല്യൂ ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എൽ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. എൽ എന്ന് പറഞ്ഞാൽ സെയിം ലാർജസ്റ്റ് വാല്യൂം, എസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് വാല്യൂ ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. കുറച്ച് വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 20, 35, 25, 30, 15. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് വാല്യൂ ഏതാണ്? 35 ആണ്. സ്മോളസ്റ്റ് വാല്യൂ 15 ആണ്. അപ്പോൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. 35 മൈനസ് 15. അപ്പോൾ ആൻസർ വരുന്നത് 20 ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ 35 പ്ലസ് 15. അപ്പോൾ നമുക്ക് ആൻസർ 0.4 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് റേഞ്ചും കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഈസിയാണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൽ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഡിമെറിറ്റ്സ് ആണ്, ഓപ്പൺ എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇത് എല്ലാ ഒബ്സർവേഷൻസിനെയും ബേസ് ചെയ്തിട്ടല്ല, സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസും എക്സ്ട്രീം വാല്യൂസൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് റേഞ്ചും കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. അടുത്തതാണ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് IR ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ QD. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ക്വാർട്ടൈൽ Q3 ആൻഡ് ലോവർ ക്വാർട്ടൈൽ Q1.
അപ്പോൾ IR എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1, അതാണ് എന്ത് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പർ ക്വാർട്ടൈൽ Q3 മൈനസ് ലോവർ ക്വാർട്ടൈൽ Q1 ആണ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചിൻ്റെ ഹാഫ് ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ QD ഈക്വൽ ടു Q3 മൈനസ് Q1 ബൈ 2 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതിനെ സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നും പറയുന്നുണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേറ്റീവ് മെഷർ ഓഫ് QD, ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതിൻ്റെ ഇക്വേഷനാണ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനൊക്കെ ഇക്വേഷൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തതാണ് മീൻ ഡീവിയേഷൻ. അതിനെ തന്നെയാണ് ആവറേജ് ഡീവിയേഷൻ എന്നും പറയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അരിത്മെറ്റിക് ആവറേജ് ഓഫ് അബ്സല്യൂട്ട് ഡീവിയേഷൻസ് ഓഫ് വേരിയസ് ടേംസ് ഇൻ എ സീരീസ് ഫ്രം എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ ഈ സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള വേരിയസ് ഐറ്റംസ് ഉള്ള സീരീസിലെ വേരിയസ് ഐറ്റത്തിൻ്റെ അബ്സല്യൂട്ട് ഡീവിയേഷൻസ്, അതിൻ്റെ അരിത്മെറ്റിക് ആവറേജിനെയാണ് മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ ആവറേജ് ഡീവിയേഷൻ എന്ന് പറയാം. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയനും ഉണ്ട്, മീൻ ഡീവിയേഷൻ ഫ്രം മീനും ഉണ്ട്. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. MDM എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഈക്വൽ ടു സം ഓഫ് XI മൈനസ് M ഡിവൈഡഡ് ബൈ N. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDX' ആണ് ഈക്വൽ ടു സം ഓഫ് XI മൈനസ് X' ഡിവൈഡഡ് ബൈ N. ഇതാണ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ, മീൻ ഡീവിയേഷൻ ഫ്രം മീൻ രണ്ടിൻ്റെയും ഇക്വേഷൻസ്. ഇനി അതിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കാം. കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ, അപ്പോൾ CMDM എന്നാണ് കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ M. അതേപോലെ കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഈക്വൽ ടു മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഡിവൈഡഡ് ബൈ മീൻ. ഓക്കെ, ഇതാണ് കാൽക്കുലേഷൻ വരുന്നത്. ഇതിൽ XI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ സെറ്റിലുള്ള ഒരു ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ വാല്യൂ ആണ് XI. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഡാറ്റ സെറ്റിലെ മീഡിയൻ ആണ് M. ഇതായി കൊടുത്തിട്ടുണ്ടല്ലോ, M എന്ന് പറഞ്ഞാൽ ഡാറ്റ സെറ്റിലുള്ള മീഡിയൻ ആണ്. X' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ സെറ്റിലെ അരിത്മെറ്റിക് മീൻ ആണ്. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇത് സം എന്താ, സമ്മേഷൻ സിമ്പിളാണ്. എല്ലാ അബ്സല്യൂട്ട് ഡീവിയേഷൻസിനെ സം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. 20, 22, 25, 38, 40, 50, 65, 70, 75 ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത് മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ്. മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും കമ്പ്യൂട്ട് ചെയ്യാനും ഈസിയാണ്. എക്സ്ട്രീം വാല്യൂസ് ഒന്നും റേഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീം വാല്യൂസ് ഒന്നും അത്രത്തോളം എഫക്റ്റ് ചെയ്യില്ല. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അത് മാത്തമാറ്റിക്കലി കറക്റ്റ് അല്ല. പിന്നെ മോഡിന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നില്ല. കോമൺലി സ്റ്റാറ്റിസ്റ്റിക്കൽ കൺക്ലൂഷൻസിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് എന്ത്, ആവറേജ് ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. SD എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നും പറയുന്നുണ്ട്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈഡ്ലി യൂസ് ചെയ്യുന്ന മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് കാൾ പേഴ്സൺ ആണ്, 1893ലാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് അരിത്മെറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് വാല്യൂസ് ടേക്കൺ ഫ്രം ദെയർ മീൻ. അത് ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള സിഗ്മ വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൽ ആക്ച്വൽ മീൻ മെത്തേഡ് ഉണ്ട്. ആക്ച്വൽ മീൻ മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സം എക്സ് മൈനസ് എക്സ് ഡാഷ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N. ഓക്കെ, ഇതിൽ ഈ എക്സ് മൈനസ് എക്സ് ഡാഷ് അതിന് നമുക്ക് എക്സ് മൈനസ് എക്സ് ഡാഷ് എന്നുള്ളതിന് നമുക്ക് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ N എന്നായിട്ട് മാറുന്നുണ്ട്. ഇനി ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ്. എക്സ് ഡാഷ് ആണ് സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ്.
ഇതിന് എക്സാമ്പിൾ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട് 16, 28, 19, 20, 20, 28, 17, 22, 20. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കാൽക്കുലേറ്റ് ചെയ്യുക ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അതാണ് 3.13. അടുത്തത് അസ്യൂംഡ് മീൻ ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്. ഇതിൽ രണ്ടാമത്തെയാണ്. ഇതിൽ ഫസ്റ്റ് വൺ ആക്ച്വൽ മീൻ മെത്തേഡ്, അടുത്തത് അസ്യൂംഡ് മീൻ ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്. അതിൻ്റെ ഇക്വേഷനാണ് സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സം ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സം ഡി ബൈ എൻ ഹോൾ സ്ക്വയർ. ഇതിൽ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂംഡ് മീൻ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂംഡ് മീനിൽ നിന്നുള്ള ഒബ്സർവേഷൻ്റെ ഡീവിയേഷനെയാണ് ഡി എന്ന് പറയാം. അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എ ആണ് ഡി. ഓക്കെ, സിഗ്മ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഓൾ ഡീവിയേഷൻ, സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ ഡീവിയേഷൻസ്. ഇതിനും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബേസ്ഡ് ഓൺ യൂസ് ഓഫ് ആക്ച്വൽ ഡാറ്റ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സം എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് മൂന്നെണ്ണം ഇൻഡിവിജ്വൽ സീരീസിൽ ആക്ച്വൽ മീൻ മെത്തേഡ്, അസ്യൂംഡ് മീൻ ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്, ബേസ്ഡ് ഓൺ യൂസ് ഓഫ് ആക്ച്വൽ ഡാറ്റ. അടുത്ത ഡിസ്ക്രീറ്റ് സീരീസിലാണ് ആക്ച്വൽ മീൻ മെത്തേഡിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സം എക്സ് ഡിവൈഡഡ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അസ്യൂംഡ് മീൻ ഓർ ഷോർട്ട് കട്ട് മെത്തേഡിൽ വരുന്നതാണ് സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സം എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സം എഫ് ഡി ദ ഡിവൈഡഡ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് സിഗ്മ ഈക്വൽ ടു സം എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സം എഫ് ഡി ഡാഷ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ഐ. അപ്പോൾ ഇതാണ് ആക്ച്വൽ മീൻ മെത്തേഡ്, അസ്യൂംഡ് മീൻ ഓർ ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും. അടുത്തത് വേരിയൻസ് ആണ്. വേരിയൻസ് ആണ് ദ മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. എസ് ഡിൻ്റെ സ്ക്വയറിനെയാണ് വേരിയൻസ് എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് ഡി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, കമ്പൈൻഡ് എസ് ഡി. അതിൻ്റെ ഇക്വേഷനാണ് സിഗ്മ 12 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ പ്ലസ് n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. സിഗ്മ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. n1 n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈസസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്സ് റെസ്പെക്റ്റീവ്ലി. സിഗ്മ 1 ആൻഡ് സിഗ്മ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്സിൻ്റെ. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 ഡാഷ് മൈനസ് x12 ഡാഷ് ആണ്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് ദ കമ്പൈൻഡ് മീൻ. D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 ഡാഷ് മൈനസ് x12 ഡാഷ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് ആൻഡ് ദ കമ്പൈൻഡ് മീൻ. അപ്പോൾ ഇതാണ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇത്രയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഡിസ്പേർഷൻ, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സും, ഗുഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ പ്രോപ്പർട്ടീസും, ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതിൽ ആബ്സലൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്, റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്. അടുത്തത് മെത്തേഡ്സ് ആണ്. റേഞ്ച്, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ലോറൻസ് കർവ്. അതിൽ റേഞ്ച് നോക്കി, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത്രയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.